ഹായ് ഫ്രണ്ട്സ്, നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഈ സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നേന്ത്രപ്പഴം കൊണ്ടാണ് ഞാൻ ഈ സ്നാക്സ് തയ്യാറാക്കുന്നത്. അതിനെഴുതാൻ നല്ല പഴുത്ത 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്രയാണോ സ്നാക്സ് വേണ്ടത് അതിനനുസരിച്ച് നേന്ത്രപ്പഴം എടുത്താൽ മതിയേ. നല്ല പഴുത്തത് തന്നെ എടുക്കണേ. ഇനി ഇതാ തൊലി കളഞ്ഞിട്ട് ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ 2 ഭാഗമാക്കി കട്ട് ചെയ്തതിന് ശേഷം ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. നട്ട്സ് നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി ഒന്ന് വെന്ത് കുഴഞ്ഞു വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അവസാനം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പഴത്തിന് നല്ല മധുരം ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റാവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാട് മധുരം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായതിന് ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് മധുരമായാൽ സ്നാക്സ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കൊരു 3-4 ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ സ്നാക്സിലേക്കുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൽ തന്നെ വെച്ചാൽ ഇതിൻ്റെ അടിഭാഗം അങ്ങ് ഉറച്ചു പോകും കേട്ടോ. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാനിതാ 1 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ജസ്റ്റ് ഒരു കളറിന് വേണ്ടി. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതാ 1 മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മുട്ടയൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ബാറ്റർ റെഡിയാക്കിയെടുക്കാം. വെള്ളം ആദ്യം തന്നെ ഒരുപാട് ഒഴിക്കരുത്, ജസ്റ്റ് കുറേശ്ശെ മാത്രം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നല്ലൊരു തിക്ക് ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കിയെടുക്കാം. ഇതുപോലൊരു തിക്ക് ബാറ്ററാണ് കേട്ടോ നമുക്ക് വേണ്ടത്. കേക്കിനൊക്കെ നമ്മൾ തയ്യാറാക്കില്ലേ, അതിനേക്കാളും കുറഞ്ഞൊരു ലൂസിൽ ഇതുപോലെ നല്ല തിക്കായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സ്നാക്സ് കാണാനും നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഓവറായിട്ട് അങ്ങ് തണുത്ത് പോകരുത്, ഒരു ഇളം ചൂടോട് കൂടി വേണം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉന്നക്കായുടെ ഷേപ്പിലൊന്ന് റോളാക്കിയെടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് കുറച്ചെടുത്തതിന് ശേഷം ഉന്നക്കായൊക്കെ ഷേപ്പാക്കി എടുക്കുന്നത് പോലെ ഒന്ന് ഷേപ്പാക്കിയെടുക്കാം.
ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ ബാറ്റർ ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഞാൻ ഓയിൽ ചൂടാവാൻ വേണ്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റോൾ ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ കൊണ്ട് കോരിയെടുത്താൽ മതി കേട്ടോ. നല്ല തിക്ക് ബാറ്റർ ആയതുകൊണ്ട് കൈ കൊണ്ടൊന്നും എടുക്കണമെന്നില്ല. ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് തന്നെ കോരിയെടുത്തിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടെ ഇളക്കിയിട്ട് കൊടുക്കണേ. അതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടും വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റുള്ള സ്നാക്സാണ് കേട്ടോ ഇത്. ഉന്നക്കായയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. നോമ്പുതുറ ഫംഗ്ഷനിലൊക്കെ നമ്മൾ ഉന്നക്കായ തയ്യാറാക്കൂലേ, അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കൂട്ടോ. ഉന്നക്കായ തയ്യാറാക്കുന്നതിൻ്റെ അത്ര ബുദ്ധിമുട്ടും ഇല്ല ഇതിന്. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കുറഞ്ഞ ചേരുവകളും മാത്രം മതി. സ്പൈസി സ്നാക്സിനിടയിൽ ഇതൊരു വെറൈറ്റി ആയിരിക്കും കേട്ടോ. നല്ല ബ്രൗൺ കളറായതിനു ശേഷം നമുക്ക് കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഉന്നക്കായയുടെ ടേസ്റ്റിൽ വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയ സൂപ്പർ സ്നാക്സാണ് കേട്ടോ ഇത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന സ്നാക്സാണ്. നോമ്പുതുറ ഫംഗ്ഷനിലൊക്കെ മസ്റ്റായിട്ട് ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. മധുരം കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.